ആരെങ്കിലും കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെ കിട്ടുന്ന വണ്ടി ലിഫ്റ്റ് ചോദിച്ച് ദൂരയാത്ര ചെയ്തിട്ടുണ്ടോ? ഹിച്ച് എന്നാണ് ഈ ഒരു യാത്രാരീതിയുടെ പേര്. യാത്രാ ലക്ഷ്യസ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ ദിവസങ്ങളും എങ്ങനെ പോകുമെന്നോ, എവിടെ പോകുമെന്നോ, എന്ത് ഭക്ഷണം ലഭിക്കുമെന്നോ, എവിടേക്ക് എത്തുമെന്നോ, രാത്രി എവിടെ തങ്ങുമെന്നോ യാതൊരുവിധ ഐഡിയയുമില്ലാതെ ചെയ്യുന്ന ഒരു തരം യാത്രാരീതിയാണ് ഹിച്ച്. ഈ അടുത്ത് തൃശ്ശൂരിൽ നിന്നും ഉമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ രീതിയിൽ യാത്ര ചെയ്ത് ആസാം വരെ എത്തി. ആസാമിൽ എത്തിയപ്പോഴേക്കും 8 സംസ്ഥാനങ്ങൾ, ഒരു യൂണിയൻ ടെറിട്ടറി, ഇതെല്ലാം കടന്ന് 5000-ലധികം കിലോമീറ്ററുകൾ ഉമ സഞ്ചരിച്ചിരുന്നു. ഇത്രയധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഉമ ആസാമിൽ എത്തിയപ്പോഴും ഉമയ്ക്ക് ചിലവായ തുക എന്ന് പറയുന്നത് 0 ആയിരുന്നു. അങ്ങനെ ഉമ ആസാമിൽ എത്തിയ സമയത്തായിരുന്നു കൊറോണ എന്ന മഹാമാരി ലോകത്തെ കീഴടക്കിയത്. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഉമ തിരിച്ചു പോരുകയായിരുന്നു. അത്ര എളുപ്പമല്ല ഈ ഹിച്ച് എങ്കിലും നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ യാത്ര ചെയ്യണമെന്നാണ് ഉമയുടെ അഭിപ്രായം. ഉമയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വീഡിയോ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമസ്കാരം, ഞാൻ ഉമ. വീട് തൃശ്ശൂരിൽ കുന്നോളത്താണ്. ഞാൻ 2019 രാജഗിരി കോളേജ് കൊച്ചിയിൽ നിന്ന് ഡിഗ്രി പഠിച്ച് പാസ് ഔട്ടായി ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു യാത്രയായിട്ട് ഇറങ്ങിയത്. ഞാൻ സെപ്റ്റംബർ 3 2019 പിന്നെ തിരിച്ചു വന്നത് ഈ അടുത്ത് ജൂലൈ 17, 2020 അപ്പോൾ ഈ ഒരു 10.5 മാസത്തിൽ ഞാൻ 8 സ്റ്റേറ്റ്സ്, ഒരു യൂണിയൻ ടെറിട്ടറി, പിന്നെ 5000 കിലോമീറ്റേഴ്സിനേക്കാളും കൂടുതൽ ട്രാവൽ ചെയ്ത് എത്തിപ്പെട്ടത് ആസാമിലായിരുന്നു. ആൻഡ് ദ മണി സ്പെൻറ്റ് വാസ് 0 rupees. അപ്പോൾ ഈ 10.5 മാസത്തിൽ ഞാൻ യാത്ര എവിടെ നിന്ന് വെച്ചാൽ ആ ഒരു ട്രെയിൽസിൻ്റെ കാര്യം ഞാൻ പറയാം. സ്റ്റാർട്ട് ചെയ്തത് ഞാൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് കൊല്ലമായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടുന്നാണ് ഞാൻ ഹിച്ച് ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. സോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുക്കി കഴിഞ്ഞിട്ട് ഞാൻ തമിഴ്നാട് എൻ്റർ ചെയ്തു. പിന്നെ പോണ്ടിച്ചേരി, കർണാടക. ഇതൊരു പ്ലാൻ ഇല്ലാത്തൊരു യാത്ര ആയതുകൊണ്ട് ഞാൻ പല സ്റ്റേറ്റ്സും 2 വട്ടം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ കർണാടക കഴിഞ്ഞിട്ട് വീണ്ടും കേരള, എഗൈൻ തമിഴ്നാട്, വീണ്ടും കർണാടക. സോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, എവിടെയോ ആൾക്കാർ വഴിയിൽ ഇങ്ങനെ കൊണ്ടുപോകണോ ആ ഒരു ഫ്ലോയിൽ പോയായിരുന്നു. പിന്നെ 2ാമത്തെ വട്ടം കർണാടകയിൽ എത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ ആന്ധ്രയിലേക്ക് കയറുന്നത്. പിന്നെ തെലങ്കാന, ഒറീസ, നാഗാലാൻഡ് ആൻഡ് ആസാം. അപ്പോൾ ഈ ഒരു യാത്രയുടെ വേറെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാർ ചില കാര്യങ്ങൾ മിസ് ഇൻറ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അതായത് എൻ്റെ കംപ്ലീറ്റ് ജേർണി 10.5 മാസമായിരുന്നു എന്നൊക്കെ. സോ ആക്ച്വലി എൻ്റെ ഒരു എക്സ്റ്റെൻസീവ് ട്രാവൽ, അതായത് മൂവിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, അതായത് ഈ ഒരു 8 സ്റ്റേറ്റ്സ് ഞാൻ ട്രാവൽ ചെയ്തത് ഈ ഒരു 4 മാസത്തിലായിരുന്നു. അതായത് സെപ്റ്റംബർ 3 തൊട്ട് ഡിസംബർ ക്രിസ്മസ് വരെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. സോ അത് കാരണം ഞാൻ ആസാമിൽ ഒരു ഫാമിലി ആയിട്ടായിരുന്നു. പിന്നെ ഞാൻ ആസാമിൽ ഈ ഒരു യാത്ര അവസാനിക്കണ വരെ ആസാമിലെ ഒരു റിസർവ് ഫോറസ്റ്റിലെ ഒരു ഗ്രാമത്തിലായിരുന്നു, ഒരു ഫാമിലി ആയിട്ടായിരുന്നു സ്റ്റേ. അപ്പോൾ ആ ഒരു 4 മാസത്തിലായിരുന്നു ഞാൻ കംപ്ലീറ്റ് ട്രാവൽ ചെയ്തു എന്ന് പറയണത്. ആൻഡ് ഓൾസോ ആ ഒരു 4 മാസത്തിൽ എൻ്റെ കംപ്ലീറ്റ് ജേർണി സോളോ അല്ലായിരുന്നു. വഴിയിൽ ഒരുപാട് ഇങ്ങനെ തന്നെ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോണ ആൾക്കാരൊക്കെ കണ്ടുമുട്ടാറുണ്ട്. സോ അവരായിട്ടും അങ്ങനെ ഒപ്പം കൂടി ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഹാസ് ബിൻ എ ജേർണി. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ വരാറുണ്ട്. ദാറ്റ് ട്രാവൽ എന്ന് പറയുന്ന സംഭവം ശരിക്കും ഒരു പൈസ മുടക്കി ചെയ്യുക, അതിന് കൂടുതലായാലും കുറവായാലും പൈസ മുടക്കി ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് യാത്രയോട് പൊതുവെ അറ്റാച്ച് ചെയ്യാറുള്ളത്. സോ അപ്പം ഞാൻ കയ്യിൽ പൈസ ഇല്ലാണ്ട് എങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോൾ ഈ പൈസ ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് കയ്യിൽ ഞാൻ പൈസ കരുതിയിരുന്നില്ല എന്നുള്ളതാണ്, അല്ലാണ്ട് പൈസ ഉപയോഗിച്ചിട്ടില്ല, കാശ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതല്ല. സോ ബേസിക്കലി ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 3 മാൻഡേറ്ററി കാര്യങ്ങളാണ് ആവശ്യം ഉണ്ടാവാറ്: ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഷെൽട്ടർ. സോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്യും. അതായത് ഈ നമ്മുടെ നാട്ടിൻപുറത്ത് ലിഫ്റ്റ് ചോദിച്ച് പോകാമെന്നൊക്കെ പറയില്ല, അത് തന്നെ. അപ്പോൾ ലിഫ്റ്റ് ചോദിച്ചിട്ട് ഏത് വണ്ടിയാണോ കിട്ടണത്, 2 വീലർ, 4 വീലർ, ട്രക്ക്, ലോറി, പെട്ടിവണ്ടി, JCB, ട്രാക്ടർ, ബസ്, ഓട്ടോ, എന്താണോ കിട്ടണത് അത് ആ വണ്ടിയിൽ കയറി എൻ്റെ ഡെസ്റ്റിനേഷൻ വരെ എത്തും. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ് ചെയ്തത്.
പിന്നെ അടുത്തത് തന്നെ ഫുഡ്. സോ ഫുഡിൻ്റെ കാര്യം ഈ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഹിച്ചൈക്ക് ചെയ്ത് പോകുമ്പോൾ പല ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യണേന്ന്. സോ ദേ ഹാപ്പൻ ടു ലേൺ വാട്ട് മൈ സ്റ്റോറി ഈസ്. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അവർ ചോദിക്കും ഫുഡ് കഴിച്ചിട്ടുണ്ടോയെന്ന്. സോ അങ്ങനെയാണ് ഫുഡ് മാനേജ് ചെയ്യണത്. ആൻഡ് ഓൾസോ ചില ആൾക്കാർക്ക് എന്താ പറയുക, ഫുഡ് ഇരുന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കാനുള്ള ഒരു സമയം ചിലപ്പോൾ പല ആൾക്കാർക്ക് കാണില്ല. സോ അങ്ങനെ പല ആൾക്കാർ കയ്യിൽ കാശ് തരാറുണ്ട്. സോ ദാറ്റ് ഈസ് how I had managed my food and other expenses. പിന്നെ വരുന്നത് ഷെൽട്ടറാണ്. ആക്ച്വലി ഞാൻ ഈ ജേർണി അവസാനിക്കണ വരെ എൻ്റെ ആകെ ഉണ്ടായിരുന്നുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഷെൽട്ടറാണ്. കാരണം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് സ്കാരി. കാരണം ഞങ്ങൾക്ക് അറിയില്ല അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് ഞാൻ രാവിലെ യാത്ര ചെയ്ത് തുടങ്ങണമെങ്കിൽ രാത്രി ഞാൻ എവിടെയായിരിക്കും എന്ന് എനിക്ക് യാതൊരു പിടുത്തില്ല. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺസർട്ടൺ. ഞങ്ങൾ എവിടെ രാത്രി സ്പെൻഡ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എവിടെയായിരിക്കും, സ്ഥലമുണ്ടോ ഇല്ലേ എന്ന് പോലും അറിയില്ല. ആൻഡ് ഓൾസോ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ടെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടെൻറ്റോ സ്ലീപ്പിംഗ് ബാഗ് പോലത്തെ ആവശ്യമുള്ള എസെൻഷ്യൽസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് അറിയായിരുന്നില്ല അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ അങ്ങനത്തെ ഒരു അധികം പ്ലാനിങ്ങും പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പണിയെന്ന് വെച്ചാൽ ഈ യാത്ര ചെയ്തിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഷെൽട്ടർ തപ്പി നടക്കും. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന പണിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ റെസിഡൻഷ്യൽ ഏരിയയിൽ ചെന്നിട്ട് ആൾക്കാരുടെ വഴിയിൽ കാണുന്ന വീടുകളുടെ വാതിൽ ചെന്ന് മുട്ടും. അവരോട് ഷെൽട്ടർ ചോദിക്കും. ചേട്ടാ, ചേച്ചി, ഇന്ന് രാത്രി എനിക്കിവിടെ അറിയില്ല, ഇവിടെ പരിചയമില്ലാത്ത സ്ഥലമാണ്, ഇവിടെ പരിചയമുള്ള ആൾക്കാരില്ല, ഇന്ന് രാത്രി ഞാനൊന്ന് ഇവിടെ നിന്നോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും, റിക്വസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ 99% ആൾക്കാരങ്ങനെ ഷെൽട്ടർ തരാറില്ല. അത് 99% പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ആ ഒരു ശതമാനം ആൾക്കാർ എനിക്ക് ഷെൽട്ടർ തന്നിട്ടുള്ളത് കൊണ്ടാണ്. സോ there are still kind people there around us. So അങ്ങനെ ഷെൽട്ടർ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ കിട്ടുന്നിടത്ത് ചെന്ന് കിടക്കും. പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ സ്കൂൾ, അമ്പലം, പള്ളി, എവിടെയാണോ കിട്ടണത് അപ്പോൾ അവിടെ ചെന്ന് മാനേജ് ചെയ്യും. സോ അങ്ങനെയാണ്. ആൻഡ് ഈ ഒരു ജേർണിയിൽ എനിക്കൊരു പ്രശ്നം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒരു വട്ടം മാത്രമേ ഒരു മനസ്സിന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ടു ഇറ്റ് വാസ് വൈൽ മാനേജിങ് ഷെൽട്ടർ. സെക്ഷലി ഹറാസ് ആയിട്ടുണ്ട്, ബട്ട് ദാറ്റ് വാസ് ജസ്റ്റ് വൺസ്. ഐ കാൺ റിയലി ജനറലൈസ്. ആ ഒറ്റൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മൊത്തം ജേർണീനെ ഒന്ന് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ലൈക്ക് ഈ എന്തായാലും ഒരു 50-ൽ 1-2 പേര് അങ്ങനെ ആൾക്കാരുണ്ടാവും. സോ that is how I had managed myself all throughout my journey. ഞാൻ ഇങ്ങനത്തെ ഒരു യാത്രയ്ക്ക് പോകാനുള്ളൊരു കാരണം എന്താണെന്ന് പല ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ആൾക്കാർ പൊതുവെ ഭയങ്കര ഫിലോസഫിക്കലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കാറ് റെസ്പോൺസിൽ. ബട്ട് അങ്ങനെയൊന്നല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ജേർണി എന്ന് പറയണത് ഒരു 15 വയസ്സായിട്ടുള്ളൊരു കുട്ടി വളർത്തി കൊണ്ടുവന്ന ആഗ്രഹത്തിൻ്റെ റിസൾട്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ജേർണി. ബിക്കോസ് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ എനിക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ഒരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി, എന്താണ് യാത്ര എന്ന് പറയുന്നത്. കാരണം ഞാൻ ചെറുപ്പത്തിൽ അത്രയ്ക്കും വലിയ യാത്രകളൊന്നും പോയിട്ടില്ല. അതായത് ട്രാവൽ ചെയ്ത് ശീലമുള്ളതോ അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ഫാമിലി ആയിട്ട് ടൂർ പോകണതോ അങ്ങനെയൊന്നുമല്ല. I was curious to know what travel really means. അപ്പോൾ അങ്ങനെ 10th പഠിക്കുമ്പോൾ ആരും അങ്ങനെ കാഷ്വലി പറയണത് കേട്ടതായിരുന്നു, ജേർണലിസ്റ്റ് ആയി കഴിഞ്ഞാൽ പ്രൊഫഷൻ തന്നെ ട്രാവൽ ചെയ്യണം എന്നാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ എൻ്റെ +1 +2 പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എല്ലാം ഞാൻ പഠിച്ചത് ജേർണലിസമിലായിരുന്നു. അത് ആകെ ഈ ഒറ്റൊരു ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു ഒറ്റ കാരണം വെച്ചിട്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിയുടെ അവസാനത്ത് ഞാൻ അറിയണത് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ്രിയുടെയോ അല്ലെങ്കിൽ കാശിൻ്റെ ആവശ്യമില്ല. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറച്ച് മനസ്സിലാക്കി. ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ അറിഞ്ഞത് ടോമിസ്ലാവ് പെർക്കോ എന്നുള്ളൊരു ട്രാവലറുടെ നിന്നാണ്. അതായത് അത് ടോമിസ്ലാവ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ട്രാവലറാണ്. ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഇങ്ങനെ കാശില്ലാണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടുന്നാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയണത് ഒരു ടെഡ് ടോക്ക് വഴി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്താണ് ഈ സംഭവം അറിയാൻ ഇനിയും കുറച്ചും കൂടി ക്യൂരിയോസിറ്റി, എന്താണിത് സംഭവം. ഞാൻ ഇതിനു മുന്നേ ഡിഗ്രിക്ക് മുന്നേ ഞാൻ ഇത് കേൾക്കാത്തൊരു സംഭവമായിരുന്നു.
കുറച്ചുകൂടി മനസ്സിലാക്കിയപ്പോൾ ആ സമയത്ത് എനിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഇതേപോലെ ട്രാവൽ ചെയ്യണ ഒരുപാട് ആൾക്കാരെ അറിയാം. ഹിച്ച് ചെയ്ത് പോണ ആൾക്കാരും പിന്നെ ഇങ്ങനെ തന്നെ കാശിലാണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ അറിയാം. ബട്ട് ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ട്രാവൽ റിലേറ്റഡ് ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആളായിരുന്നു ഞാൻ. അല്ലാണ്ട് എന്താ പറയുക, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയുന്നില്ല. സോ ഇന്ത്യയിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കണ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കണത് കൊണ്ട് ഐ ഹാഡ് ലോട്ട് ഓഫ് ഹെസിറ്റേഷൻ. ഒരുപാട് ഹെസിറ്റേറ്റ് ചെയ്തു ഞാൻ ഈ ഒരു ജേണിക്ക്, ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മനസ്സിലാക്കിയിട്ട് ഐ തോട്ട് മേ ബി ഐ ഷുഡ് ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെയാണ് ഞാൻ സെപ്റ്റംബർ 3 2019 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ആക്ച്വലി ഞാൻ ഇറങ്ങിയത് ഒരു മോട്ടീവ് വെച്ചിട്ടായിരുന്നു. എൻ്റെ എന്തൊക്കെയോ കാരണങ്ങൾ കാരണം, ലൈക്ക് എൻ്റെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടും പിന്നെ എനിക്ക് ട്രാവലിനോട് ഉണ്ടായെന്നുള്ളൊരു മീനിങ് ആക്ച്വലി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് സാധാ ട്രാവൽ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻസ്, ഫുഡ്, ട്രഡീഷൻസ്, പുതിയ കാര്യങ്ങൾ, കൾച്ചറൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ്. ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല, ഈ ഒരു നാരോ ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ദെൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ലൈക്ക് ഇവൻച്വലി ഗ്രാജുവലി ആണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ലൈക്ക് it is way beyond all of the destinations and food which comprises in a journey. എനിക്ക് വേണ്ടി എൻ്റെ യാത്രയ്ക്കുള്ള ഒരു മീനിങ് ഗ്രാജുവലി ഇങ്ങനെ മാറിയിട്ടുമായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ, കാരണം എൻ്റെ ജേർണി എൻ്റെ അതാണ് ഡിമാൻഡ് ചെയ്യണത്. മൈ കംപ്ലീറ്റ് സർവൈവൽ ഈസ് ബേസ്ഡ് അപ്പോൺ ദീസ് പീപ്പിൾ, സ്ട്രേഞ്ച് റാൻഡം പീപ്പിൾ ഹു ഐ മീറ്റ് ഇൻ ദ ജേർണി. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ യാത്ര എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി കഥകളായി മാറിപ്പോയി. ബിക്കോസ് ട്രാവൽ ചെയ്ത് ഹിച്ചാക്ക് ചെയ്ത് പോകുമ്പോൾ പല ആൾക്കാരും പല കഥകളായിരിക്കും അവർ പറയുക. ഒരു ഹെസിറ്റേഷൻ ഇല്ലാണ്ട് അവരുടെ മനസ്സിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ ചോദ്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അവരോട്. അത് എൻ്റെ ക്യൂരിയോസിറ്റിയും പിന്നെ എന്തൊക്കെയോ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൽ മൂടി വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ വെന്റിലേറ്റ് ചെയ്യാൻ, those questions are like for them to let themselves out. അതുകൊണ്ട് യാത്ര ഒരു പരിധി കഴിഞ്ഞിട്ട് കഥകളായി മാറിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞിട്ട് യാത്ര എന്ന് പറയുന്നത് മനുഷ്യരായി മാറിപ്പോയി. അപ്പോൾ അതൊരു എവല്യൂഷനാണ്. അതൊരു ട്രാവൽ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എനിക്ക് വേണ്ടി എവല്യൂഷൻ ആയിരുന്നു. അത് ഇറ്റ് കെപ്റ്റ് ചേഞ്ചിങ്. ആൻഡ് ഓൾസോ എനിക്കറിയാം, ഇനി എങ്ങാനും ഞാൻ ഈ ഒരു യാത്ര ഇനിയും കണ്ടിന്യൂ ചെയ്തിരുന്നാൽ ഡെഫിനറ്റ്ലി ഇനിയും ആ ഒരു അർത്ഥം മാറും. സോ ഐ ഡോണ്ട് തിങ്ക് ട്രാവലിന് ഒരു ഡെഫിനിറ്റ് മീനിങ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ആൻ എവല്യൂഷൻ, ഗ്രാജുവൽ പ്രോസസ് ഓഫ് ലേണിംഗ്. ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ടാവും ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ യാത്രയുടെ നിന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു യാത്രയിൽ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് നേടാൻ കഴിഞ്ഞത് ഉള്ളൊരു ചോദ്യം എനിക്ക് പലവട്ടം കിട്ടാറുണ്ട്. ലൈക്ക് വാട്ട് ഹാവ് ഐ ലേൺ ഫ്രം ദിസ് ജേർണി? ആക്ച്വലി അതൊരു വൈഡ് കോൺസെപ്റ്റാണ്. ഇതിൽ നിന്ന് നേടാൻ അങ്ങനെ ഫിസിക്കലായിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് എ ജേർണി, ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ ലൈഫ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അതല്ലാണ്ട് വേറെ എന്ന് വെച്ചാൽ ഈ ഒരു ജേർണി എന്നെ എത്രത്തോളം ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതിനുള്ളൊരു കൃത്യ ആൻസർ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ. ബട്ട് ഒരു കാര്യം ഉണ്ട്, ലൈക്ക് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലൈക്ക് ഐ ഹാവ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ടു സീ തിങ്സ്. കാരണം ഞാൻ ഈ ഒരു ജേർണിയിൽ പലവട്ടം ഈ ഭയങ്കര എബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ടാവുമല്ലോ, ലവ്, ലൈഫ്, ഹാപ്പിനെസ്, ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ, ഒരു മീനിങ് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. പല ആൾക്കാർ ഈ വഴിയിൽ കണ്ടുകൊണ്ടുന്ന ആൾക്കാരോട് തന്നെ ഞാൻ ചോദിക്കും, വാട്ട് ഈസ് ലൈഫ് ഫോർ യു? ഭയങ്കര വിയേർഡാണ്, ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനത്തെ ഒരുപാട് വിയേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിലൊരു പ്രത്യേകിച്ചൊരു ഡെഫിനിറ്റ് മീനിങ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ബട്ട് അതിനെ കാണാൻ പല ഡെഫിനിഷൻസ്, ഡയമെൻഷൻസ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈക്ക് ഹാപ്പിനെസ്സിന്
അവർ കാണുന്ന ഡയമെൻഷൻ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേറെ വേറെയാണ്. സോ യു ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ആൻസർ ടു ആക്ച്വലി ഡിഫൈൻ ദാറ്റ് തിങ്. സോ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, ഞാൻ ഈ പെർസ്പെക്റ്റീവിൻ്റെ കാര്യം പറയാം. കുറച്ച് കോൺസെപ്റ്റ്സ് ഞാൻ എങ്ങനെയാണ് അത് വേറൊരു രീതിയിൽ കണ്ടെത്താൻ ശ്രമിച്ചതെന്ന്, ലൈക്ക് ഹൗ മൈ ജേർണി ഹാസ് ഹെൽപ്പ് മീ ടു സീ തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഞാനതൊരു എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ബേസിക്കലി ഇൻഡിപെൻഡൻസിൻ്റെ ഒരു അർത്ഥം ഞാൻ പുതിയതായിട്ട് കണ്ടു. അതായത് കണ്ടെത്താൻ സാധിച്ചു. അതായത് ബേസിക്കലി ഞാൻ ഈ യാത്രയ്ക്ക് മുന്നേ ഇൻഡിപെൻഡൻസ് എന്ന് പറയണത് എനിക്ക് വേണ്ടി ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ഒറ്റയ്ക്ക് ചെയ്യുക, ഒറ്റയ്ക്ക് നേടുക, ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുക, അങ്ങനത്തെ ഒരു ഐഡിയ ആയിരുന്നു. ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ടു അച്ചീവ് സംതിങ് അലോൺ. പക്ഷേ ഈ ഒരു യാത്രയിലാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ഹൗ റോങ് ഐ വാസ്. ബിക്കോസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയണത് ഒരിക്കലും ഒറ്റയ്ക്ക് നേടുക എന്നുള്ളത്. ഇറ്റ് ഈസ് ബേസിക്കലി ഇന്റർ ഡിപ്പെൻഡൻസ്. യു ആർ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ എൻവയൺമെൻറ്റ്, യുവർ സറൗണ്ടിങ്സ്, വിച്ച് മേക്സ് യു ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ ഒരു ജേർണീൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയാറുണ്ട് ഐ ഹാവ് ട്രാവൽ സോളോ, ഞാൻ സോളോ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഈ വഴിയിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരില്ലാണ്ട് I would have never survived this journey a single day. So I'm basically depending upon them, right? അപ്പോൾ അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് പറയണത് എനിക്ക് വേണ്ടി ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ഒരിക്കലും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ വേറൊരു മീനിങ് കണ്ടെത്താൻ സാധിച്ചത് ഇസ് ദ വേർഡ് കോൾഡ് ഗിവിങ്. കൊടുക്കുക, നൽകുക എന്നുള്ളൊരു വാക്കിന് വേറൊരു അർത്ഥം. അപ്പോൾ ഈ ഒരു യാത്രയിലാണ് എനിക്ക് മനസ്സിലായത് വാട്ട് ഈസ് ഗിവൺ ഈസ് ഗിവൺ. ഇഫ് യു ആർ എക്സ്പെക്ടിങ് ഇറ്റ് ബാക്ക്, യു ആർ നോട്ട് റിയലി ഗിവിങ്. കാരണം ഈ ഒരു യാത്രയിൽ എത്രയോ ആൾക്കാർ ചുമ്മാ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും, അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല. അവർക്കറിയാം എൻ്റെ ഇത് കിട്ടാനൊന്നുമില്ല എന്ന്, ബട്ട് സ്റ്റിൽ ദേ എൻഡ് അപ്പ് ഹെൽപ്പിങ് മീ. അത് അവർ എന്ത് വിചാരിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് ഒരു അൺകണ്ടീഷണൽ ഫാക്ടർ ഉണ്ടല്ലോ. സോ ആ ഒരു മീനിങ് ലൈക്ക് ദിസ് അൺകണ്ടീഷണൽ ഫാക്ടർ ദാറ്റ് വിച്ച് ലീഡ്സ് പീപ്പിൾ ടു ഹെൽപ്പ് മീ വിതൗട്ട് എനി എക്സ്പെക്ടേഷൻ ഓർ റീസൺ, ഐ തിങ്ക് ദാറ്റ് ഗേവ് മീ എ ഡിഫറെൻറ്റ് മീനിങ് ഫോർ ഗിവിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എന്താ പറയുക, ഈ ഒരു യാത്രയിൽ ആ ഒരു കാര്യം തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ട്രൈഡ് ഇംബൈബിങ് ദാറ്റ് തിങ് ഇൻ ടു മീ. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതായത് എവ്രി 100 feet ദ വേൾഡ് ചേഞ്ചസ്. ഇപ്പോൾ പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ലൈക്ക് ഏത് സ്റ്റേറ്റാണ് സേഫ്, ലൈക്ക് വേർ ഐ ഫെൽറ്റ് ദ മോസ്റ്റ് സേഫ്, അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ അൺസേഫ് ആയി തോന്നിയതെന്ന്. ആക്ച്വലി അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എവ്രി വൺ ഇസ് ഡിഫറെൻറ്റ്. സി, ഒരു സ്ഥലം ഇനി ഒരു സ്റ്റേറ്റിന് വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി, കഴിക്കുന്ന ഫുഡ്, ലാംഗ്വേജ് ചിലപ്പോൾ സെയിം ആയിരിക്കാം. പക്ഷേ ഇൻ ദി എൻഡ് ദേ ഓൾ ആർ ഹ്യൂമൻസ്, ദേ ഓൾ ആർ ഡിഫറെൻറ്റ്. കാരണം എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ചിട്ട് ഐ കനോട്ട് ജനറലൈസ് ദ ഹോൾ പ്ലേസ്, റൈറ്റ്? അതായത് ആ ഒരു എക്സ്പീരിയൻസ് അല്ലാണ്ട് വേറെ എത്രയോ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ കാൺട്ട് റിയലി ജനറലൈസ് അണ്ടർമൈൻ ദ അതർ പീപ്പിൾ ഹു ഹാവ് ആക്ച്വലി ഹെൽപ്പ് മീ. So I think that is what makes the journey mostly beautiful. കുറച്ച് ഉന്തും തള്ളും പിച്ചും മാന്തലൊക്കെ കിട്ടാറുണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദി ജേർണി. അത് ഞങ്ങൾ അങ്ങനെ, എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിലും എനിക്ക് വേറൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ലൈക്ക് ഫോർ മീ, എനിക്ക് ഈ ഒരു യാത്രയ്ക്ക് മുന്നേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസും മോശമായിട്ടുള്ള അനുഭവങ്ങളും. അതായത് നമ്മളെ ഹാപ്പി ആക്കുന്ന എക്സ്പീരിയൻസസും നമ്മളെ സങ്കടപ്പെടുത്തുന്ന എക്സ്പീരിയൻസ്. പക്ഷേ ഈ ഒരു ജേർണിയിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദാറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലതും മോശത്തിൽ അടങ്ങിയൊതുങ്ങി നിൽക്കണതല്ല. ദാറ്റ് ഈസ് സച്ച് എ നാരോ കോൺസെപ്റ്റ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ടേസ്റ്റ്സ്. അതെന്ന് വെച്ചാൽ രുചികളാണ്, അത് നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം. ചിലത് പറയണ പോലെ മധുരം, പുളി, കടുപ്പും, there are so many different kinds of taste. You need to actually taste it to actually experience. എന്നാലേ മാത്രം നമ്മൾക്ക് അത്
ഞങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു യാത്ര ചെയ്തതിന് ഒരുപാട് ആൾക്കാർ എന്നോട് സേഫ്റ്റിയുടെ ഒരു കാര്യത്തിൽ പല ചോദ്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. ഹൗ സേഫ് ഇറ്റ് വാസ്, ഓർ എത്രത്തോളം ഇത് റിസ്കി ആയിരുന്നു, മോശം അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. പക്ഷേ എന്നോട് പേഴ്സണലി ഒരു ജനറൽ ഐഡിയ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മോശം അനുഭവങ്ങളെക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ളത് നല്ല നല്ല കഥകളാണ്. ഹൗ ബ്യൂട്ടിഫുൾ ദി ജേർണി വാസ്. ബട്ട് സ്റ്റിൽ ഈ ഒരു സേഫ്റ്റിയുടെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഐ തിങ്ക് ഈ ഒരു സേഫ്റ്റി എന്നുള്ളൊരു ഇഷ്യൂ പെണ്ണുങ്ങൾക്ക് മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഐ തിങ്ക് ഈ ഒരു സേഫ്റ്റി എന്നുള്ളൊരു ഇഷ്യൂ രണ്ട് ജെൻഡേഴ്സിനും ഈക്വലി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം ഞാനത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. ഇനി ഞാൻ ഈ ജേർണിയിൽ തന്നെ ഞാൻ പേഴ്സണലി സെക്ഷലി ഒരു വട്ടം ഹരാസ് ആയിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ, ഹിച്ചൈക്ക് ചെയ്ത് പോകുമ്പോൾ, ഹി വാസ് ബീങ് അറ്റാക്ഡ് ബൈ പീപ്പിൾ വിത്ത് നൈഫ്സ് ബിഹൈൻഡ് ഹിം. ആൾക്കാരെ അവനെ കൊല്ലാൻ വരുമായിരുന്നു. സോ ആ ഒരു കാര്യം വെച്ചിട്ട് നോക്കുവാണെങ്കിൽ എൻ്റെ ഈ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഒരു ഇൻസിഡൻറ്റ്, ഇറ്റ്സ് ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കുറവായിരുന്നു. സോ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ രണ്ട് ജെൻഡേഴ്സിനും ഉണ്ട്, ബട്ട് രണ്ട് ജെൻഡേഴ്സിനും വേറെ വേറെ പ്രോബ്ലംസ് ആണുള്ളത്. സോ ബട്ട് പല ആൾക്കാരും ഇത് കാണാതെ പോകാറുണ്ട്. ആൻഡ് ദേ ഓൺലി ഫോക്കസ് ഓൺ ഹൗ അൺസേഫ് ദ കൺട്രി ഈസ് ഫോർ ഗേൾസ്. ഞാൻ ഈ ഒരു ജേർണിയിലെ എക്സ്പീരിയൻസ് ചെയ്തൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിനെ പറ്റിയിട്ട് പറയാം. ഇത് ആക്ച്വലി സംഭവിച്ചത് നാഗാലാൻഡിലായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം. ഞാൻ ആന്ധ്രാപ്രദേശിൽ എൻ്റെ ഫ്രണ്ടായിട്ട് ഞങ്ങൾ ഹിച്ചൈക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കിട്ടിയ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിൽ നിന്ന് വന്നൊരു ഡ്രൈവറായിരുന്നു ട്രക്കർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ്റെ പേര് സ്വപ്നിൽ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ട്രക്കിൽ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു കഥകളൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 വർഷമായിട്ട് ചേട്ടൻ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് മറ്റേ കോളേജിൽ നിന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതും പിന്നെ അത് കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്താത്തതെന്ന്. ചേട്ടൻ പറഞ്ഞത് ഫിയർ ഓഫ് റിജക്ഷൻ എന്നാണ്. അതായത് വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളൊരു പേടി. അപ്പം ഞങ്ങളോട് ആരെങ്കിലും ഒരു വിഷമം പറയുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൺസോൾ ചെയ്യാൻ വേണ്ടി പറയുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്തൊക്കെയോ പറഞ്ഞതെന്ന്. ബട്ട് ബേസിക്കലി പറഞ്ഞത് ഈ ഞങ്ങൾ ശ്രമിക്കാണ്ട്, ലൈക്ക് ഹൗ വിൽ വി നോ വെദർ വി ക്യാൻ ആക്ച്വലി ഡൂ സംതിങ് ഓർ നോട്ട് അൺലെസ് വി ട്രൈ ഇറ്റ്. നിങ്ങൾ ശ്രമിക്കാണ്ട് എങ്ങനെ അറിയും ഞങ്ങളെ കൊണ്ട് അത് സാധിക്കോ ഇല്ലേന്ന്. പിന്നെ അത് മാത്രമല്ല ഫാമിലീനെ പറ്റിയിട്ട് പറഞ്ഞു. ഫാമിലിയാണ്, അവർ ഇന്നല്ലെങ്കിൽ നാളെ ചേട്ടൻ എങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് ഫാമിലി. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് റൈഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വൈസാഗിൽ ഇറക്കി. അത് കഴിഞ്ഞിട്ട് കുറേ യാത്ര. അപ്പോൾ അങ്ങനെ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ നാഗാലാൻഡിലായിരുന്നു, ദിമാപൂരിൽ ഞങ്ങൾ ഫ്രണ്ടിനൊപ്പമായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്താണ് ഒരു വീഡിയോ കോൾ വന്നത്, ഈ സ്വപ്നിൽ ചേട്ടൻ്റെ വീഡിയോ കോൾ റിസീവ് ചെയ്തപ്പോൾ കണ്ടത് ചേട്ടൻ്റെ അമ്മയും അച്ഛനായിട്ട് ഡാൻസ് കളിക്കണമെന്നാണ്. ലൈക്ക് എന്നിട്ട് പറയാണ് ഇന്ന് 16 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാരണം വീട്ടിലേക്ക് തിരിച്ചു പോയത്. സോ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്ത് കേട്ടിട്ടാണ് പോയത്. ബട്ട് ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി. കണ്ണൊക്കെ നിറഞ്ഞ് ഗൂസ് ബംസ് ഒക്കെ വന്നു. അത് ആ ഒരു ഹാപ്പിനെസ് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ പോയിന്റ് വെർ ഐ റിയലൈസ് ദാറ്റ് ദിസ് ജേർണി ഈസ് നോട്ട് ജസ്റ്റ് ഫോർ മൈ സെൽഫ്. ഇത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഉള്ള ഒരു യാത്ര മാത്രമല്ല. ഈ ഒരു യാത്ര കാരണം എവിടേക്കോ ആരൊക്കെയോ കുറച്ച് ആൾക്കാർ അവർക്ക് അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ തിരിച്ചു കിട്ടുന്നുണ്ടെന്ന്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ജേർണിയിൽ എനിക്ക് പിന്നീട് കിട്ടിയിട്ടില്ല. ലൈക്ക് അതിന് മുന്നേ കിട്ടിയിട്ടില്ല, അത് കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. ബട്ട് യാ സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നീടുള്ള ജേർണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീസണായി മാറിപ്പോയത്. സോ യാ അതായിരുന്നു എൻ്റെ ഈ ഒരു ജേർണിയുടെ ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇങ്ങനത്തെ ടൈപ്പുള്ള ഒരു ജേർണീനെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ പല ആൾക്കാർക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുമായിരിക്കാം. ഇങ്ങനത്തെ ഒരു ജേർണി ചെയ്യാനുള്ളൊരു ആഗ്രഹം പല ആൾക്കാർക്ക് തോന്നും. ബട്ട് ഇതിന് പുറകിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. പല ആൾക്കാർക്ക് പല ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും. ബട്ട് എനിക്ക് വേണ്ടി ഞാൻ ഈ ഒരു ജേർണീനെ കാണുന്ന ഐഡിയ എന്ന് വെച്ചാൽ ഐ തിങ്ക് ദിസ് journey is very expensive and very luxurious, and also not everyone can actually afford to do it. അതിൻ്റെ ഞാൻ എന്താ കാരണം എന്ന് ഞാൻ പറയാം.
വൈ എക്സ്പെൻസീവ്? ബിക്കോസ് യു നീഡ് ലോട്ട് ഓഫ് ടൈം. ഒരുപാട് സമയം വെച്ചിട്ട് ചെയ്യണ ഒരു യാത്രയാണത്. കാരണം ദാറ്റ് ഈസ് ദ ഓൺലി ഇൻവെസ്റ്റ്മെൻറ്റ് യു ആക്ച്വലി നീഡ്. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഞങ്ങളുടെ പ്രയോറിറ്റീസിനനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഈ സമയത്തിനുള്ള കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. So that is why I call it expensive, because we need so much of time for it. ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യം വീട്ടിലൊരു റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു യാത്രയ്ക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ why luxurious? Because ഈ ഒരു ജേർണി എന്നുണ്ടല്ലോ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇറ്റ്സ് വാസ്റ്റ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആക്ച്വലി ഇറ്റ്സ് വെരി റിച്ച്. ആക്ച്വലി ദ എക്സ്പീരിയൻസ് ഇസ് വെരി റിച്ച്. ബട്ട് ആ ഒരു കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു യാത്രയോട് ചെയ്തതൊരു ഇൻജസ്റ്റിസ് ആണ്. കാരണം അതിന് ചിലപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു യാത്രയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഈ യാത്രയിൽ നിന്ന് മനസ്സിലാക്കാണ്ട്. പക്ഷെ ഞാനതൊന്നും മനസ്സിലാക്കാണ്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു കുറ്റബോധം എനിക്ക് ശരിക്കുമുണ്ട്. So that is why it is expensive and luxurious. And why ചില ആൾക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ പോലെ ജോലിയും കൂലി ഇല്ലാത്ത ആൾക്കാരായിരിക്കില്ല. അവർക്ക് വീട്ടിൽ ഒരുപാട് ബാധ്യതകളുണ്ടാവും പല ആൾക്കാർക്ക്. ബട്ട് ദാറ്റ് ഇസ് എ തിങ്. ലൈക്ക് അഫോർഡബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ വീട്ടിലത്തെ, അതായത് വീട്ടിലത്തെ റെസ്പോൺസിബിലിറ്റീസും പിന്നെ ബാധ്യതകളും പിന്നെ പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു യാത്രയ്ക്ക് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പല ആൾക്കാർക്കുണ്ടല്ലോ അവരുടെ വീട്ടിൽ അവർക്ക് ചിലപ്പോൾ യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ പാഷനേറ്റും സ്വപ്നം ഉള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് അവരുടെ വീട്ടിലുള്ള സിറ്റുവേഷൻസും മേ ബി ദേ കുഡ് പ്രോബ്ലി ബി ദ ഓൺലി ബ്രെഡ് ഏർണർ ഓഫ് ദി ഫാമിലി. അവർ ആകെ കൂടി സമ്പാദിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ us to ലീവ് അവർ ഫാമിലി ആൻഡ് ദെൻ ഗോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആക്ച്വലി ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു that I could actually go for this journey without actually bothering or thinking ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫാമിലി എൻ്റെ മേലെ ഫിനാൻഷ്യലി ഡിപ്പെൻഡഡ് ആയിരുന്നില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഫാക്ടർ വൈ ഐ കുഡ് ആക്ച്വലി ഡു ഇറ്റ്. സോ അത് ആൻഡ് ഓൾസോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പ്രയോറിറ്റിയുടെ മേലെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് പല ആൾക്കാർക്ക് പല പ്രയോറിറ്റീസാണ് ഉണ്ടാവാറ്. ചില ആൾക്കാർക്ക് ഫാമിലി ആയിരിക്കും, ജോബ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും പ്രയോറിറ്റി. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. എൻ്റെ പ്രയോറിറ്റി ഇതായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ ഡിഡ് ദിസ്. It goes a long way asking yourself whether you really want to do this or not. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇതൊരു 15 വയസ്സായിട്ടുള്ളൊരു കുട്ടി വളർത്തി കൊണ്ടുവന്ന ഒരു ആഗ്രഹത്തിൻ്റെ റിസൾട്ടാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു യാത്ര ഇങ്ങനെയായിരിക്കും എന്ന്. യാത്ര ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു യാത്ര ഇങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ സംഹൗ. പൗലോ കൂലോ പറയണ പോലെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആക്ച്വലി ആ വേർഡ്സ് എക്സാക്ട്ലി എടുത്ത് പറയാൻ പറ്റില്ല. ബട്ട് ദ ബേസിക് ഐഡിയ വാസ് if you really want to do something from the bottom of your heart, the whole universe conspires you to achieve you that. So ഞാൻ ഈ ഒരു കാര്യം ചിലപ്പോൾ ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് തോന്നുമായിരിക്കാം. ബട്ട് ഐ ആക്ച്വലി ബിലീവ് ഇൻ ദാറ്റ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഹാസ് ഗോൺ എ ലോങ് വേ ഗിവിങ് മീ എ റൂട്ട്. ലൈക്ക് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, എനിക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം. സോ ദാറ്റ് ഈസ് വൈ ഇനി ഇങ്ങനെ യാത്രയ്ക്ക് ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ജേർണി ചിലപ്പോൾ തോന്നുമായിരിക്കാം. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഗോസ് എ ലോങ് വേ ടു ഡിസൈഡ് ആൻഡ് ഡിസ്കവർ വാട്ട് യു റിയലി വോണ്ട് ടു ഡു. കാരണം വഴിയിൽ ചിലപ്പോൾ യാത്രയുടെ ഇടയിൽ ഞങ്ങൾക്ക് തോന്നുമായിരിക്കാം ഇതൊന്നും വേണ്ട, ഇതൊക്കെ വിട്ടു പോവാം, മേ ബി ദിസ് ഇസ് നോട്ട് സംതിങ് ഐ വോണ്ട് ടു ഡു, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ തോന്നുമായിരിക്കാം. ബട്ട് ദെൻ ആ ഒരു ആ ഒരു മനസ്സിൻ്റെ ലൈക്ക് ആ ഒരു ഡെസിഷനാണ് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻസ് ലൈക്ക് മനസ്സിന് ആ ഒരു ഉറപ്പെന്ന് പറയില്ലേ,
ആ ഒരു ഉറപ്പാണ് ആക്ച്വലി ഒരു യാത്രയിൽ വലിയൊരു ഫാക്ടറായി മാറി വരുന്നത്. ഫോർ ദ റീസൺ വൈ യു കുഡ് ആക്ച്വലി കൺസിസ്റ്റൻ്റ്ലി കണ്ടിന്യൂ ദി ജേർണി. കാരണം ഈ ഒരു യാത്രയിൽ എനിക്കും പലവട്ടം അങ്ങനെ തോന്നിയിട്ടുണ്ട്, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നിയിട്ടുണ്ട്. ബട്ട് ഇൻ ദി എൻഡ് കുറച്ചൊന്നും ആഞ്ഞു പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഐ ജസ്റ്റ് കൺവിൻസ് മൈ സെൽഫ് ദാറ്റ് ഐ റിയലി വോണ്ട് ടു ഡു ദിസ്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കണ ആൾക്കാരോട് എന്താ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ബട്ട് എനിക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് സെൽഫ് ക്വസ്റ്റ്യനിങ് ആയിരുന്നു. ഐ കെപ്റ്റ് ഓൺ ക്വസ്റ്റ്യനിങ് മൈ സെൽഫ്. പക്ഷേ അതിൽ നിന്ന് അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഉത്തരങ്ങൾ ചിലപ്പോൾ കിട്ടുമായിരിക്കില്ല. ബട്ട് ദോസ് ക്വസ്റ്റ്യൻസ് അവരൊരു ആ ചോദ്യങ്ങളൊരു വഴി കാണിച്ചു തരും എവിടേക്കാണ് പോകേണ്ടതെന്ന്. സോ discover yourself through those questions, whether you really want to do this or not. And priority obviously is a very big factor. പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു റിയലി ഹാവ് ടു ബി ഷുവർ വെദർ യു റിയലി വോണ്ട് ടു ഡു ദിസ് ഓർ നോട്ട്. കാരണം ഇങ്ങനത്തെ ഒരു യാത്രയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നുമായിരിക്കാം ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഞങ്ങളുടെ പോലെ ഫ്രീ ആയിട്ടാണെന്ന് പോണത്. പക്ഷേ അങ്ങനെയല്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. യു ഡോണ്ട് വോണ്ട് ടു റിയലി ഹേർട്ട് ദം ആൻഡ് ഓൾ. സോ ലൈക്ക് അണ്ടർസ്റ്റാൻഡ് വെദർ യു റിയലി വോണ്ട് ടു ഡു ദിസ് ഓർ നോട്ട് ആൻഡ് ദെൻ listen to your heart, just go with it. പിന്നെ ഒരുപാട് ഈ ഇൻറ്റ്യൂഷൻ ലൈക്ക് മനസ്സിന് ഒരു ചെവി കൊടുക്കുക, ലിസ്ണിങ് ടു യുവർ ഇൻറ്റ്യൂഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെയാണ് എനിക്ക് വേണ്ടി ആക്ച്വലി വർക്കൗട്ട് ആയത്. സോ discover yourself and do if you really want to travel like this. But overally it's an amazing journey, a beautiful journey. എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് പല ആൾക്കാർക്ക് പല എക്സ്പീരിയൻസസ് ആയിരിക്കും. പിന്നെ ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു യാത്ര ഇനി ചെയ്യോ ഇല്ലേന്ന് ഐ ഡോണ്ട് നോ, ബിക്കോസ് ഞാൻ തിരിച്ചു വന്നത് കോവിഡ് കാരണമായിരുന്നു. And I don't know whether I would do this journey again. കാരണം it was a beautiful journey. I have a lot of expectations now and I don't want to spoil them. So let's see. ഞങ്ങൾക്ക് കാണാം ഇനി എന്താ ചെയ്യുക. എനിക്ക് കാര്യമായിട്ട് ഇപ്പോൾ പ്ലാനൊന്നുമില്ല തൽക്കാലത്തേക്ക്. ട്രാവലോ കാര്യങ്ങളായിട്ട് കോവിഡ് കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ട്രാവലിൻ്റെ ഒരു പ്ലാനൊന്നുമില്ല. ബട്ട് ലെറ്റ്സ് സീ. I'll do what makes me happy. So yeah, thank you.